നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, എവിടെ പോവാ നീ? ഇപ്പൊ വരാമേ. അമ്മേ ദേവി, അച്ഛന്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ അവന് കഴിയണേ. അവന് നേരായ വഴി കാണിച്ചു കൊടുക്കണേ. ഇങ്ങ് തന്നോളൂ കുട്ടി. ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണ്ടെന്ന് നിന്നോട് ഞാൻ പറയില്ല. കാരണം ഇതിലേതെങ്കിലും സാധനം വാങ്ങിയില്ലെങ്കിൽ രാത്രിയിൽ നിന്നെ അവള് പറഞ്ഞു വിടും. നേരത്തെ ആണെങ്കിൽ പറിച്ചോണ്ട് പോകാൻ കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും കിട്ടാനില്ലെങ്കിൽ വണ്ടി കൊണ്ടൊന്ന് തട്ടിയിട്ടിട്ട് പോകാനും മടിക്കില്ല ആൾക്കാര്. മോള് വാ, വരൂ. കിട്ടിയ നേരത്തിന് എനിക്കിട്ട് 2 വർത്തമാനം. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? നീ കാണുന്നില്ലേ, കൈ വീശി നടന്നാ പോലും വീഴാൻ പോകുന്ന കൊച്ച. കാല് വയ്യാത്ത ഈ കൊച്ചിനെ കൊണ്ട് ഇത്രയും സാധനങ്ങള് ഒരുമിച്ച് വാങ്ങിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഒരുമിച്ച് വാങ്ങിക്കൊണ്ടുവരാൻ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? 2-3 പ്രാവശ്യമായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന പോരായിരുന്നോ? അമ്മ ഇനി ഇതേ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ നിൽക്കണ്ട. ദേ കൊച്ചേ, ഒരുപാട് ജോലികൾ അവിടെ ഉണ്ട്. രാവിലെ കാപ്പി ഉണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും ഒക്കെ അവിടെ കിടക്കുക. അതൊക്കെ കഴുകി വെക്കണം. പിന്നെ എല്ലായിടത്തും ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. കുറച്ച് തുണികൾ കഴുകാനും ഉണ്ട്. അമ്മങ്ങ തന്നേ. ദാ, ഇതൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുത്തേ. ഞാനും സഹായിക്കാം മോളെ. ഓ, ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോ അമ്മയെ അങ്ങോട്ട് കാണാറ് പോലും ഇല്ലല്ലോ. അതിന് നീ അടുക്കളയിൽ നിൽക്കുന്നത് കഴിക്കാനും വിളമ്പാനും മാത്രല്ലേ. എല്ലാ ജോലിയും ഈ കൊച്ചിന്റെ തലയിൽ വെക്കുന്നത് സഹിക്കണം. ഇവളെ പോലെയല്ലേ അഖിലേ? അവക്ക് കഴിച്ച പാത്രമെങ്കിലും ഒന്ന് കഴുകി വെച്ചൂടെ? ഞാൻ പറയുമ്പോ കുറ്റമായി പോവും. അവളും എന്റെ പേരക്കുട്ടിയല്ലേ, അവളെ നിങ്ങൾക്ക് എന്താ കണ്ടുകൂടാത്തെ എന്നൊക്കെയാവും ചോദ്യം. എന്തായാലും ഇവള് വെറും വേലക്കാരിയല്ലെന്നാ എന്റെ മറുപടി. അതിനിവള് വേലക്കാരിയാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? പറയാതെ തന്നെ ഇവളെ വേലക്കാരിയാക്കുകയല്ലേ. എല്ലാ ജോലിയും ഇവളുടെ തലയിലിട്ടിട്ട് എല്ലാരും അങ്ങ് പോവും. അതെല്ലാം ചെയ്ത് എന്റെ കുട്ടി ഒരു വഴിക്കാവും. വേണ്ട, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വേണ്ട, അമ്മ ഒന്നും പറയണ്ട. ദേ, ജോലിയൊക്കെ ഒതുക്കിയിട്ട് ചോറും കഴിച്ചിട്ട് പോയി അച്ഛനോട് ഊണ് കഴിക്കാൻ വരാൻ പറയണം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടാ കുട്ടി നിനക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നത്. അല്ലെങ്കിലേ നിന്നെ ഇവിടെ വീടിന്റെ ഉത്തരത്തിൽ തിരികെ വെക്കൂ അവള്. രാവിലെ വന്നൊരു കൂട്ടര് ബുക്ക് ചെയ്തിട്ട് പോയതാ. ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോ അങ്ങോട്ട് കൊടുത്തേക്കാം. ആ, കുമാരേട്ടൻ ഉച്ചയ്ക്ക് അമ്പലത്തിലേക്ക് കയറുകയല്ലേ? അതെ അതെ, ദേവിയുടെ പ്രസാദം, അത് മതി ഭക്ഷണം. എനിക്കും അത് തന്നെ ഇഷ്ടം. പക്ഷേ വീട്ടിൽ ചെന്നില്ലെങ്കിലേ ഇന്ദുമതിയുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. നേരെയും പോകാൻ പറ്റില്ല, കുറുകയും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെയാ എന്റെ അവസ്ഥ. ഇതൊക്കെ കേൾക്കുമ്പോ ഞാനാണ് ഭാഗ്യവാനെന്ന് തോന്നുന്നു. ഭാഗ്യവാനാണല്ലോ. ഒരു സമ്മർദ്ദവും ഇല്ലാത്ത സുഖജീവിതം.